ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൈകുന്നേരം ഒരു പാലുകാച്ച് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് പോയത്. രാവിലെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. മിക്ക ഞായറാഴ്ചകളിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കല്യാണമോ പാലുകാച്ചോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ മിക്ക ഞായറാഴ്ചകളും അങ്ങനെ തിരക്കാവും. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ പാലുകാച്ചിന് കയറിയത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള വീട് തന്നെയാണ്. അപ്പോൾ ഞാനും മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നുടനെ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ആയിരുന്നു. നല്ല കിടിലൻ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളൊരു വീടായിരുന്നു. ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് അത് അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്കൊക്കെ പോയി റൂംസ് എല്ലാം കണ്ടു. സ്റ്റെയറിൻ്റെ സൈഡിലുള്ളൊരു കിടിലൻ പെയിൻറ്റിങ് ആണ് കേട്ടോ. അത് കൊള്ളാം, ഓരോ പാർട്ടായിട്ട് ചേർത്ത് വെച്ചേക്കുക. അങ്ങനെ റൂംസ് എല്ലാം നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. കബോർഡൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ടു. അത് താഴത്തെ ഒരു റൂമിൽ ഗണപതി ഹോമത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വാഷ് ബേസിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഗ്ലാസ്സൊക്കെ അവിടെ വന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് നമ്മളെ ഗൃഹനാഥ, നമ്മുടെ അയൽവാസിയാണ് ചേച്ചി. അപ്പോൾ മഞ്ഞ അവിടെ നിന്ന് തളർന്നെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ നിന്നിട്ടാണ് പിന്നെ ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയത്. ബാലമോൾ നടക്കുന്നുണ്ട്. മുടിയൊക്കെ ഉണ്ടോ, പുതിയ ഹെയർ സ്റ്റൈലാണ് ഞങ്ങളുടെ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് വൈകുന്നേരം പൊറോട്ട ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പം പൊറോട്ടയും ചിക്കനും ബാലമോൾക്ക് കിട്ടുന്നേ ഉള്ളൂ ഫുഡ്. ജാനുമോൾക്ക് കിട്ടി, അവൾ കഴിച്ചു തുടങ്ങി. ഇതെൻ്റെ കസിനാണ് കേട്ടോ, എൻ്റെ ഹരിക്കുട്ടനാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഉടനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എടുക്കരുത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എടുത്തു കേട്ടോ. നമ്മൾക്ക് സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കഴിച്ചു തീർന്നു. എൻ്റെ പ്ലേറ്റിൽ എല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ ബാക്കിലേക്ക് കൈ എഴുതാൻ പോയപ്പോൾ അത് അടുത്ത ആൾ പറന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയുമായിരുന്നു, എല്ലാം എടുക്കാൻ സപ്പോർട്ട് ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാനും സപ്പോർട്ട് എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം വരത്തില്ലെന്ന് ഞാൻ പരാതി പറയുമായിരുന്നു. അങ്ങനെ കൈയൊക്കെ കഴുകി വായൊക്കെ കഴുകി ഞങ്ങൾ പിന്നെ തിരിച്ചങ്ങ് കുറച്ച് നേരം കൂടി ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തായാലും അയൽവാസിയല്ലേ, അപ്പോൾ കുറച്ച് നേരം കൂടിയൊക്കെ ഇരുന്നിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാലമോൾ അച്ഛന്മാരുടെ അടുത്തിരുന്ന് വർത്താനൊക്കെ പണ്ട് പിന്നെ വീണ്ടും ഓടുക. ഫുള്ള് ഓട്ടവും കളിയായിരുന്നു. അങ്ങനെ അവസാനം തളർന്ന് ക്ഷീണിച്ച് വന്ന് എൻ്റെ മടിയിൽ ഇരിപ്പായി കേട്ടോ. ഇനി അടുത്ത ലക്ഷ്യം വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെ അച്ചാമ്മയിട്ട് തട്ടു, നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കൂടി അവിടേക്ക് ഒന്ന് ഇരുന്ന് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലല്ലേ നമുക്ക് എല്ലാവരെയൊക്കെ ഒന്ന് നാട്ടിലുള്ളവരെയൊക്കെ ഒന്ന് കാണാനും സംസാരിച്ച് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനും കിട്ടുന്നൊരു അവസരം അപ്പോഴൊക്കെ അല്ലേ. അങ്ങനെ കുറേ നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അത് നേരെ നമുക്ക് കാണാമായിരുന്നു. ഈ പെയിൻറ്റിങ് ഇത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ട് വീണ്ടും ഞാൻ അതിന് ഒപ്പിയെടുക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങി. എവിടെ പരിപാടി നടത്തിയാലും ഇതാണല്ലോ അവസ്ഥ. ചെരുപ്പ് കാണുന്നില്ല ഗൈസ്, ഊരിയിട്ടടുത്ത് ചെരുപ്പ് കാണുന്നില്ല. അത് പിന്നെ തപ്പി നടന്ന് കുറേ നേരം സമയം അങ്ങ് പോയി ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്തായാലും തിരിച്ച് പോകാനായിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. എല്ലാവരുടെയും ജീവിതത്തിലായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് നമ്മൾ ഒരു വീട് വയ്ക്കുക എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൂട്ടി ചേർത്ത് വെച്ച് നമ്മളൊരു വീടൊക്കെ വയ്ക്കുന്ന, അവിടെ താമസിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിലൊന്നാണ്. അങ്ങനെ ഞങ്ങൾ വീടിനടുത്തും ഒരു പുതിയ വീടെത്തി, കുറച്ച് പുതിയ അതിഥികളെത്തി. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഒന്ന്. അങ്ങനെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.